മിഥിലാഞ്ചൽ മേഖല, ആ മേഖലയിലൊക്കെ മത്സ്യകൃഷി വലിയ തോതിൽ ഉള്ളതാണ്. വലിയ അതിദരിദ്രരായ ആളുകളാണ് സാധാരണ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട്. ഞാൻ മല്ലയുടെ മകനാണ്, അല്ലെ, മല്ലയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് തേടി ഇറങ്ങിയത്. പക്ഷേ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നതാണ്. ഇപ്പോൾ കുളങ്ങൾ നവീകരിക്കുക, ഹാച്ചറികൾ സ്ഥാപിക്കുക, മത്സ്യ കൃഷിക്ക് വേണ്ടിയുള്ള സബ്സിഡികൾ നൽകുക, മഖാന കൃഷിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, മഖാന കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായങ്ങൾ നൽകുക. ഈ മത്സ്യത്തൊഴിലാളികളെയും മഖാന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കുളങ്ങളിലാണ് ഇവയെല്ലാം നടക്കുന്ന, അതിനുവേണ്ടിയുള്ള പ്രദേശങ്ങളിൽ ഇവരെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള വലിയ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബീഹാറിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മഹാഗഡ്ബന്ധന്റെ ഒരു പരീക്ഷണം അത് പാളിപ്പോയി. മുകേഷ് സാഗ്നി അപ്രസക്തനായി മാറുകയാണ്, VIP പാർട്ടിയും അപ്രസക്തമായി മാറുകയാണ്. അതും ഒരു ഘടകമായി ഈ വലിയ തിരിച്ചടി. 200 തൊട്ടടുത്താണ്. 199 സീറ്റുകളിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. മഹാഗഡ്ബന്ധൻ 38ലേക്ക് താണിരിക്കുന്നു. അതിൽ തന്നെ RJD കേവലം 28 സീറ്റിലേക്ക് താണിരിക്കുന്നു. കോൺഗ്രസ് 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. വലിയ വമ്പിച്ച ഒരു വിജയം. NDA 200 തൊട്ടടുത്ത് 199 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുമ്പോൾ 38 സീറ്റുകളിൽ മാത്രമാണ് മഹാഗഡ്ബന്ധൻ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളെയും കവച്ചുവെക്കുന്ന വിധത്തിൽ, എക്സിറ്റ് പോളുകളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ വിജയം, ബീഹാറിന്റെ അടിസ്ഥാന രാഷ്ട്രീയത്തെ പോലും മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള ഒരു വമ്പൻ വിജയം ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം നേടുന്നു. 199 സീറ്റുകളിൽ ഇപ്പോൾ ഇതാ NDA ലീഡ് ചെയ്യുന്നു. അതിൽ തന്നെ കാണേണ്ടത് 101 സീറ്റിൽ മത്സരിച്ച BJP 90 സീറ്റിലും മുന്നിലാണ്. 101 സീറ്റിൽ മത്സരിച്ച JDU 81 സീറ്റിലും മുന്നിലാണ്. RJD 28 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. ലോക് ജനശക്തി പാർട്ടിക്ക് 20 സീറ്റിൽ ലീഡ് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 5 സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. AIMIM-ന് 5 സീറ്റുകളിൽ ലീഡുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷന് 4 സീറ്റുകളിലെ ലീഡ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. CPIM 1 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. ഇങ്ങനെ അത്ഭുതങ്ങൾ കാത്തുവച്ച തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരുന്നു പലരും. എല്ലാ എക്സിറ്റ് പോളുകളും അതിലേക്ക് സൂചനയും നൽകിയിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു ക്ലീൻ സ്വീപ്പ്, ഇതുപോലെ ബീഹാർ തൂത്തുവാരും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും വലിയ സ്ട്രൈക്ക് റേറ്റ് BJPക്ക് ഉണ്ടാകുമെന്നും ആരും വിചാരിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലുത്, കഴിഞ്ഞ തവണ 74 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 75 സീറ്റ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന RJD 28ലേക്ക് വീണപ്പോൾ കഴിഞ്ഞ തവണ 74 സീറ്റ് ഉണ്ടായിരുന്ന രണ്ടാമത്തെ പാർട്ടിയായ BJP 90ലേക്ക് വളർന്നിരിക്കുകയാണ്. അവിശ്വസനീയമായ വമ്പൻ കുതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 74-ൽ നിന്ന് 90ലേക്ക് 16 സീറ്റിന്റെ വളർച്ച. മെച്ചപ്പെട്ട പ്രകടനത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തുന്നു എന്ന വാക്കിനപ്പുറത്ത് അതിശക്തമായ വികാരം, ജനകീയ വികാരം, അത് NDA മുന്നണിക്കൊപ്പമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഫലമാണ് ഇപ്പോൾ പകുതി റൗണ്ട്. മിക്കയിടങ്ങളിലും പകുതി റൗണ്ട് പൂർത്തിയായി എന്ന കണക്കുകൾ വരുന്നു. 28 റൗണ്ടുള്ളിടത്ത് 11, 24 റൗണ്ടുള്ളിടത്ത് 19, 27 റൗണ്ടുള്ളിടത്ത് 15, 23 ഉള്ളിടത്ത് 10, 24 ഉള്ളിടത്ത് 8, 24 ഉള്ളിടത്ത് 10. ഇങ്ങനെ ഏറെക്കുറെ പകുതി, ചിലയിടങ്ങളിൽ പകുതി പിന്നിട്ടിരിക്കുന്നു എന്താണ്. വലിയ ലീഡിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ ഉള്ളത്. പ്രത്യേകമായി 9,300, 25,000 തുടങ്ങി അങ്ങനെ കണക്കുകൾ വായിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. പരിപൂർണമായി അതെല്ലാം വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. 90 BJP ലീഡ് ചെയ്യുന്നു. 81 ഇപ്പോൾ JDU ലീഡ് ചെയ്യുന്നത്. 28 RJDയുടെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ 20 ലീഡ് ചെയ്യുന്നു. ലോക് ജനശക്തി പാർട്ടിക്ക് സമാനമായൊരു പെർഫോമൻസ് ആണ് ഇവിടെ RJD നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തിയില്ല. ആ നിലയിലാണ് 28ഉം 20ഉം എന്ന നിലയിലാണ്. മാത്രമല്ല LJPയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലുമാണ്. മത്സരിച്ച സീറ്റുകൾ ഭൂരിഭാഗം സീറ്റുകളും വിജയിക്കുകയാണ്. അതേസമയം 11 സീറ്റുകളിലേക്ക് മാത്രമായി വിജയം പരിമിതപ്പെടുകയാണ് ഇപ്പോൾ RJDക്ക്. ഏതായാലും 101 സീറ്റിൽ മത്സരിച്ച BJP 90 സീറ്റിൽ, 101 സീറ്റിൽ മത്സരിച്ച JDU 81ൽ വിജയിക്കുന്നു എന്ന അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത്. ബീഹാറിന്റെ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച ആർക്കാണ്? അത് എനിക്കാണ് എന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിക്കുന്നു. ബീഹാർ നമുക്കറിയാം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ 70കളിൽ തന്നെ മുന്നിലേക്ക് വന്ന സംസ്ഥാനമാണ്. കർപ്പൂരി താക്കൂറിൻ്റെയും രാം മനോഹർ ലോഹയുടെയും ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ പിന്മുറക്കാരനായി ഇതാ ഞാനാണ് സോഷ്യലിസത്തിൻ്റെ പതാക വഹിക്കുന്നതെന്ന് ഇനി നിസ്സംശയം നിതീഷ് കുമാറിന് പറയാം. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ഇപ്പോൾ 28 സീറ്റിലേക്ക് പരിമിതപ്പെട്ടിരുന്നു. ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് ലാലുവിന് ഒരു അടി പിന്നിലായിരുന്നു നിതീഷ് കുമാർ. ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് ലാലുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് പിന്നിലായിരുന്നു നിതീഷ് കുമാർ. എങ്കിൽ ഇതാ ഇപ്പോൾ ലാലുവിന്റെ
കെമിസ്ട്രിയെ സമ്പൂർണ്ണമായി കടത്തിവിട്ടിരുന്നു. കഴിഞ്ഞ തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായപ്പോഴും ലാലുവിന്റെ പാർട്ടിക്കായിരുന്നു കൂടുതൽ സീറ്റ്, 75 സീറ്റ് കഴിഞ്ഞ തവണ RJD ഉണ്ടായിരുന്നു എന്ന് കാണണം. മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് RJD സമ്പൂർണ്ണമായി തകർന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 28 സീറ്റിലേക്ക് വീണിരിക്കുന്നു. അവരുടെ സ്വന്തം കോട്ടകൾ പോലും, സ്വന്തം തട്ടകങ്ങൾ പോലും RJDയെ കൈവിട്ടിരിക്കുന്നു എന്ന് പറയാം. MY വോട്ട് ബാങ്കിലെ മുസ്ലിം വോട്ട് ഇത്തവണ RJDക്കൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, യാദവ വോട്ടുകളിൽ തന്നെ ക്രോസ് വോട്ട് ഉണ്ടായിരിക്കുന്നു. ഈ രംഗ്ദാർ റീലുകൾക്കെതിരെ ഒരു യാദവ ദുർഭരണം, ജംഗിൾ രാജ് വന്നേക്കുമോ എന്ന ഭീതിയിൽ കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു ഇതര സമുദായങ്ങളുടേത് എന്നുകൂടി കാണണം. ഈ മീശ വിരിച്ചുള്ള റീലുകൾ RJDയെ സംബന്ധിച്ച് കൈവിട്ടുപോയ സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ RJDക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പരിവേഷമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. 29 സീറ്റിലാണ് ഇപ്പോൾ RJD ലീഡ് ചെയ്യുന്നത്. BJP 90-ലും JDU 81-ലും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിനെതിരായ വലിയ പ്രതിഷേധ പരിപാടികൾ. ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം ആ പോയിന്റിൽ നിന്നായിരുന്നു എന്നത് വളരെ പ്രധാനമാണ്. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമയുദ്ധങ്ങൾ നടന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായി. വോട്ട് ബോധപൂർവം വെട്ടി ഒഴിവാക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട്. ബീഹാറിലും തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അദ്ദേഹം അത് പരസ്യമായി പലതവണ പറയുകയും ചെയ്താണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് ഞങ്ങൾ ജൻസി തലമുറയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തും, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതായിരുന്നു നിലപാട്. അതേസമയം തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളൊക്കെ താഴെത്തട്ടിലേശിയോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. എന്താണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചന നൽകുന്നത്?